പശ്ചിമ ബംഗാളിൽ പൗരത്വ ഭേദഗതി നിയമ ക്യാമ്പുകൾ സ്ഥാപിക്കാൻ BJP ഒരുങ്ങുന്നു. ബംഗ്ലാദേശിൽ നിന്നുള്ള ഹിന്ദു അഭയാർത്ഥികൾക്ക് CAA പ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കാനായി സഹായിക്കാനാണ് ക്യാമ്പുകൾ അവർ തുറക്കുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഒരുപക്ഷെ ഇത്തരമൊരു തീരുമാനം ബംഗാളിൽ വിവാദമുണ്ടാക്കാൻ സാധ്യതയുണ്ടല്ലോ. SKN തീർച്ചയായും ബംഗാളിൽ ഇത് വിവാദങ്ങൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. എന്നാൽ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സംസ്ഥാനത്ത് ആരംഭിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് BJP പോയിരിക്കുന്നത്. ഈ പൗരത്വ ഭേദഗതി നിയമ ക്യാമ്പുകൾ സംസ്ഥാനത്ത് ഉടനീളം സ്ഥാപിക്കാനാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. 1000-ഓളം ക്യാമ്പുകൾ സംസ്ഥാനത്ത് വ്യാപകമായി ഇത്തരത്തിൽ സ്ഥാപിക്കും. ഇതിലൂടെ ബംഗ്ലാദേശിൽ നിന്നുള്ള ഹിന്ദു വിഭാഗത്തിന്റെ അഭയാർത്ഥികളുടെ പ്രവാഹം അല്ലെങ്കിൽ ആ ഒരു അഭയാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകൾ BJP വിലയിരുത്തുമ്പോൾ ബംഗ്ലാദേശിൽ നിന്നുള്ള ന്യൂനപക്ഷ വിഭാഗം ബംഗാളിൽ കുടിയേറുകയും ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കുകയും ചെയ്യുന്നുവെന്നും അതാണ് BJPക്ക് വലിയ തടസ്സമായി മാറുന്നത് എന്നുമാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള ഹിന്ദു വിഭാഗത്തിന്റെ കൂടി കുടിയേറ്റം അല്ലെങ്കിൽ അവർക്ക് അഭയാർത്ഥികളായി എത്തുന്ന അവർക്ക് പൗരത്വം നൽകാൻ സഹായിക്കുക എന്നതാണ് ഇത് ലക്ഷ്യം വെക്കുന്നത്. തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഈ ക്യാമ്പുകളുടെ എണ്ണം കൂടുതൽ വർദ്ധിപ്പിക്കാനാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും തൃണമൂൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ എങ്ങനെ ഇതിനോട് പ്രതികരിക്കും എന്നുള്ളത് ഏറെ പ്രസക്തമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.